വൈകുന്നേരം 4:30 എന്ന് പറഞ്ഞൊരു സമയമായിട്ടുണ്ടെങ്കിൽ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ സൈക്കിൾ എടുത്തുകാണ്ട് ഞങ്ങളുടെ മുറ്റത്തേക്ക് വരൽ തുടങ്ങും. തലേന്ന് വൈകുന്നേരം പറഞ്ഞു നിർത്തിയ സീരിയൽ കഥയും പരദൂഷണമൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ തള്ളാരും ഇറങ്ങും കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കഥ പറച്ചിലൊന്നും ഇവരുടെ ഇടയിൽ നടക്കൂല. ഞങ്ങളൊന്ന് കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാൾ അങ്ങോട്ട് തല്ലി, ഒരാൾ ഇങ്ങോട്ട് മാന്തി, ആകെ കരച്ചിലായി, ബഹളായി. എന്നാലും നല്ല രസമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പ്രായത്തിൽ നമ്മൾ വിശന്നിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കുറിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരും. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഞങ്ങൾ വലിയപ്പോൾ ഡ്രസ്സും മാറ്റി അടുത്തുള്ള കടയൊക്കെ അങ്ങോട്ട് പോകും. 50-50 ബിസ്ക്കറ്റാണ് ലക്ഷ്യം. ബിസ്ക്കറ്റും കവറും പിടിച്ച് വലിയപ്പോൾ മുറ്റത്തെത്തിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ. കവർ പൊട്ടിക്കുമ്പോൾ തന്നെ ഓരോ കൈകൾ ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ടാവും. നിന്നോൻക്കും വന്നോൻക്കും നോക്കിയോൻക്കും പോയോൻക്കും ഒക്കെ ഒരു ബിസ്ക്കറ്റെങ്കിലും ഒരു ബിസ്ക്കറ്റ് കിട്ടൂട്ടോ. അത് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ അവളെ സൗണ്ട് എന്താ ഇങ്ങനെയെന്നൊന്നും വിചാരിക്കില്ലേട്ടാ. എനിക്ക് നല്ല പനിയാണ്, ജലദോഷമാണ്, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. 2 ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ നല്ല പനിയും ജലദോഷം ആയതുകൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ കിട്ടിയ ബിസ്ക്കറ്റും കയ്യിൽ പിടിച്ച് ആത്മനിർവൃതി അണിഞ്ഞ് പോണ ഒരു പോക്കണ്ടങ്ങൾ. ബിസ്ക്കറ്റ് കിട്ടിപ്പോണ പൊടികളെക്കാട്ടി സന്തോഷമാണ് ബിസ്ക്കറ്റ് കൈ കൊടുക്കണ വല്യപ്പാന്റെ മുഖത്തുള്ളത്. അത് പിന്നെ അങ്ങനെ തന്നെ ആവുമല്ലോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷെ ഞാൻ വൈകുന്നേരം പെരേന്ന് പുറത്തിറങ്ങലില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതെ ഗൈസ്, ദിവസം മുഴുവനും ഫോണിൽ കുത്തിയിരിക്കലാണ് എന്റെ വൈബ്. കുട്ടികളെ കളി കണ്ടിരിക്കുമ്പോഴാണ് എന്റെ സബ്സ്ക്രൈബർ ഒരു വീടുണ്ടാക്കണ്ടല്ലോ എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചത്. സബ്സ്ക്രൈബർ പിന്നെ ഉമ്മാൻ്റെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഞാൻ ഇപ്പോൾ വലിയ യൂട്യൂബർ ആണല്ലോ, ഇനിയിപ്പോൾ എനിക്ക് അയൽവാസികളൊന്നും ഉണ്ടാവില്ല, ഫുൾ സബ്സ്ക്രൈബേഴ്സ് ആയിക്കാരം. ഏത് അതന്നെ. അങ്ങനെ സബ്സ്ക്രൈബറിന്റെ വീടിന് ഒരു ലൈക്കും കൊടുത്ത് ഞാൻ തിരിച്ച് ഞങ്ങളെ വീട്ടിൽ തന്നെ പോന്നു. ഇവിടെ ഇപ്പൊ ഏത് യുദ്ധമാണാവോ നടക്കുന്നത്. ക്യാമറ ഒന്ന് തിരിച്ചാൽ നമുക്ക് ആ യുദ്ധം കാണാം. ഒരു പാട്ടക്കും വേണ്ടിയിട്ടാണ് ഈ തല്ല്. കുറച്ചു നേരം മുമ്പ് വരെ മുറ്റത്തിന്റെ ഒരു മൂലക്ക് ഇന്നെ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കടേ എന്ന് പറഞ്ഞിരുന്ന പാട്ടയാണ് ഇപ്പോൾ രാജാവിനെ പോലെ എന്നെ വിടൂ എന്ന് പറഞ്ഞു കരയണത്. എന്ത് പറ്റി കിട്ടുണ്ണിയേട്ടാ, ഇതുവരെ കുഴപ്പമൊന്നുമില്ലേന്നല്ലോ. അവസാനം ഇന്നത്തെ വൈകുന്നേരം ആഘോഷകരമാക്കാൻ ആപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം ഐസ്ക്രീമും വാങ്ങി ഞാനും മോളും മെല്ലെ വീട്ടിൽ അങ്ങോട്ട് നടന്നു.